പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കീഴൂർ AUP സ്കൂളിലാണ്. ഈ UP സ്കൂളിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഇൻസ്പയർ അവാർഡിൽ ഒരു കൊച്ചുമോനോട് കിട്ടിയിട്ടുണ്ട്. കാരണം ശാസ്ത്ര വിഷയത്തിലെ നൂതന സാങ്കേതിക വശങ്ങൾ തേടുന്ന ഒരു അവാർഡാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ ഇൻസ്പയർ അവാർഡ്. 4 പ്രാവശ്യമാണ് ഈ സ്കൂളിന് ഇൻസ്പയർ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു പൊതുവിദ്യാലയത്തിനാണ് ഈ ഒരു നേട്ടം കൈവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 പ്രാവശ്യം ഈ മേലടി സബ്ജക്റ്റിന് 4 സ്കൂളിനാണ് ഇൻസ്പയർ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതിൽ 4 തവണ കിട്ടിയിരിക്കുന്നത് ഈ കീഴൂർ AUP സ്കൂളിലാണ്. അതിൽ ഈ വർഷം കിട്ടിയത് അനിയുക്ത് എന്ന കൊച്ചുമിടുക്കനാണ്. അപ്പോൾ ആ കൊച്ചുമിടുക്കനെയും സാറന്മാരെയൊക്കെ നമുക്ക് തീർച്ചയായും പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ പ്രിയപ്പെട്ട അനിയുക്ത് നമ്മോടൊപ്പം ഉണ്ട്, ഇൻസ്പയർ അവാർഡ് നേടിയ. അപ്പോൾ ഇൻസ്പയർ അവാർഡ് അനിയുക്തോട് നമുക്ക് ചോദിക്കാം, എന്തായിരുന്നു പ്രൊജക്റ്റ്? എന്തായിരുന്നു അത്? മാലിന്യമുക്ത ക്ലാസ് റൂം എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റാണ്. അതാകുമ്പോൾ ക്ലാസ്സിലെ ചോക്കൂടിയല്ല അതിൻ്റെ അകത്തേക്ക് വലിച്ചെടുക്കും. അതാണ് പ്രൊജക്റ്റ് ചെയ്തത്. ആരൊക്കെ ഹെൽപ്പ് ചെയ്തു ശരിക്കും ഈ പ്രൊജക്റ്റിന്? അമ്മ ഹെൽപ്പ് ചെയ്തിക്ക്, അമ്മേൻ്റെ കുറച്ച് ഫ്രണ്ട്സും സഹായിച്ചിക്ക്. പിന്നെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ചോക്കൂടിനെ പറ്റി പറയുന്നു. ചോക്കൂടി ഇങ്ങനെ ക്ലാസ്സിലേക്ക് അമ്മേൻ്റെ മൂക്കിലേക്കെല്ലാം ഇടയ്ക്ക് കയറി പോകത്തുണ്ട്. അപ്പോൾ ഭയങ്കര പ്രശ്നമാവില്ല. അലർജി ഉണ്ടാവില്ലേ? അതുകൊണ്ട് ഉണ്ടാക്കിയത്. ഇൻസ്പയർ അവാർഡ് എന്ന് പറയുന്നത് 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സെൻട്രൽ ഗവൺമെൻറ് നൽകുന്നതാണ്. 4ഓളം സംഗതികൾ നമ്മൾ ഇത്തവണ ഇൻസ്പയറിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്തതാണ് അനിയുക്തിൻ്റെ ഈ ഒരു പ്രൊജക്റ്റ്. അവാർഡ് കിട്ടിയെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ലല്ലേ? അവാർഡ് കിട്ടിയപ്പോൾ എന്താണ് സന്തോഷം? അവാർഡ് കിട്ടിയത് ഭയങ്കര സന്തോഷമാണ്. വീട്ടിൽ പറഞ്ഞ അമ്മയല്ലോ എന്തേലും വാങ്ങിത്തരാന്നൊക്കെ പറയുന്നുണ്ട്. ശരി, വാങ്ങിത്തരാന്ന് പറഞ്ഞു, ഗിഫ്റ്റ് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ഡെസ്സക്കർ എന്നൊരു സംഗതിയായിരുന്നു അവൻ കൊണ്ടുവന്നത്. എഴുതുന്ന സമയത്തും നമ്മളത് ക്ലീൻ ചെയ്യുന്ന സമയത്തും അതിൻ്റെ താഴെ ഈ ഡെസ്സക്കർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഘടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് താഴോട്ട് വരുന്ന പൊടിയെ കൃത്യമായിട്ട് അത് അബ്സോർവ് ചെയ്തിട്ട് ഒരു സഞ്ചിയിലേക്ക് അത് ശേഖരിച്ച് വെക്കും. എങ്ങനെയായിരുന്നു പ്രൊജക്റ്റ് ഉണ്ടാക്കിയത്? അത് ഒരു മോട്ടോർ, ഒരു 2-3 വയറ്, ബാറ്ററി, പിന്നെ ഒരു 2 ഫാന്, പിന്നെ ഒരു മറ്റേ തുണിയില്ല, മറ്റേ എന്ത് തുണി, എൻ്റെ പേര് ഒരു തുണിയുണ്ട്, മറ്റേ മില്ലി കാണില്ല അയിറ്റാലത്തെ തുണി, അത് വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. പിന്നെ ഒരു പെട്ടി, ആ പെട്ടീൻ്റെ അടിയിൽ വലിയൊരു തുള വെച്ചിട്ട് അതിൻ്റെ അടിയിൽ മറ്റേ മില്ലിൽ വെക്കുന്ന അയിറ്റാലത്തെ ഇതില്ല, അത് അതിൻ്റെ അടിയിൽ വെക്കുക. പിന്നെ ഫാന് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. മറ്റേ വാക്യൂം ക്ലീനറിൻ്റെ സംഗതിയാണത്. അങ്ങനെ വെച്ചിട്ട് പിന്നെ ഇടയ്ക്ക് ക്ലാസ്സിലെല്ലാം എഴുതുന്നവരല്ല അത് ഓൺ ചെയ്തിട്ടിട്ട് എന്നിട്ട് എഴുതിയാൽ പ്രശ്നമില്ല. ചോക്കൂടിയല്ല വലിച്ചങ്ങോട്ട് നേരെ വലിച്ച് താഴെ ബോക്സിലേക്ക് വരും അല്ലേ? അതായിരുന്നു പ്രൊജക്റ്റ് അല്ലേ? പ്രൊജക്റ്റ് അതായിരുന്നു. എത്ര ദിവസം എടുത്ത് ഇത് ഉണ്ടാക്കാൻ? ഒരു 10 ദിവസം കാണും എടുത്തേക്ക്. 10 ദിവസം എടുത്തല്ലേ? വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് സ്കൂളിൽ കൊണ്ടുവരികയായിരുന്നോ? അല്ല, എഴുതിയിട്ട് കൊടുത്തതാ. എഴുതി കൊടുത്തു. എന്നിട്ട് ഇവിടുന്നാണ് അസംബിൾ ചെയ്തത്? ഇവിടുന്നാണ് അസംബിൾ ചെയ്തല്ലേ? ഏതായാലും സ്കൂളിൽ അഭിമാനിക്കാൻ നേട്ടമാണ് മോൻ നേടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ വളരെ സന്തോഷം. ഭയങ്കര സന്തോഷം. അപ്പോൾ ഇനിയും വലിയ വലിയ അവാർഡുകളൊക്കെ കിട്ടാൻ മോനെ ആകട്ടെ. ഇനിയും പുതിയ കണ്ടുപിടുത്തങ്ങളും ടെസ്റ്റുകളൊക്കെ നടത്തി ഇനിയും ഇൻസ്പയർ അവാർഡ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഏതായാലും വളർന്നു വരുന്ന ഇത്തരം കൊച്ചു ശാസ്ത്ര കുതികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് അതിനൊരു വഴിയൊരുക്കുകയാണ് ഇൻസ്പയർ അവാർഡ് തേടിയുന്ന അനിയുക്തന് നമ്മൾ ആശംസകൾ നേരുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. ഈ പ്രോഗ്രാമിനെക്കുറിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.